ഇറാനെതിരെ തുടർച്ചയായ അഞ്ചാം ദിനവും ആക്രമണം തുടർന്ന അമേരിക്ക. തുറമുഖ നഗരങ്ങളായ ഖേഷം ദ്വീപ്, ബദർ അബ്ബാസ്, ചബഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തി. നാവിക ഉപരോധം മറികടന്ന് ഇറാനിയൻ തുറമുഖത്തേക്ക് കടക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പൽ ആക്രമിച്ചതായി അമേരിക്ക അറിയിച്ചു. അതേസമയം ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ വീണ്ടും ആക്രമണം തുടരുകയാണ്. ആന്റണി ജിസ്റ്റോർജുണ്ട വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും അഞ്ചാം ദിനവും ആക്രമണം തുടരുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ചർച്ചകളൊക്കെ വിഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കാം വരാനിരിക്കുന്നത്? തീർച്ചയായും ആക്രമണം അഞ്ചാം ദിനവും ശക്തമായി തന്നെ തുടരുകയാണ് ഇരു രാജ്യങ്ങളും. പ്രത്യേകിച്ച് അമേരിക്ക ഇറാനിൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ മാത്രം ഏതാണ്ട് 100-ലധികം ആക്രമണങ്ങളാണ് ഇറാനിൽ അമേരിക്ക നടത്തിയത്. സാധാരണ നിലയിൽ രാത്രിയുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നതെങ്കിൽ ഇന്നലെ പകലും ഇറാനിൽ വ്യാപകമായ ആക്രമണം അമേരിക്ക നടത്തി എന്നുള്ളതാണ്. ഏതായാലും ഈ ആക്രമണങ്ങളിൽ ഏതാണ്ട് 35 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മരണസംഖ്യ അടക്കം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ആക്രമണം വളരെ ശക്തമായി തന്നെ അമേരിക്ക തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ തുറമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും തെക്കൻ ഇറാനും കേന്ദ്രീകരിച്ചുമുള്ള ആക്രമണങ്ങളാണ് പ്രധാനമായും അമേരിക്ക നടത്തുന്നത്. പ്രത്യേകിച്ച് ഖേഷം ദ്വീപ്, അതുപോലെ തന്നെ ചബഹാർ, അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് അടക്കമുള്ള മേഖലകളിലാണ് ആക്രമണം ശക്തമായി തന്നെ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലകളിലൊക്കെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അവിടേക്ക് വീണ്ടും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ഇറാൻ്റെ ഈ മിസൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ അതിൻ്റെ താവളങ്ങളടക്കം ഡ്രോൺ അതിൻ്റെ താവളങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. അതിരൂക്ഷമായ ആക്രമണം തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഈ നിലവിലത്തെ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉള്ളത്. ഏതായാലും തിരിച്ചടിയും ശക്തമായി തന്നെ ഇറാനും നൽകുന്നുണ്ട്. ഏതായാലും അമേരിക്ക ഹോർമൂസിൽ അടക്കം ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും ശക്തമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഉപരോധം മറികടന്ന് ഇറാന്റെ തുറമുഖത്തേക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണമുണ്ടായി. US സെൻട്രൽ കമാൻഡ് തന്നെയാണ് അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഖാർഗ് ദ്വീപിലേക്കാണ് ഈ കപ്പൽ പ്രവേശിക്കാൻ ശ്രമിച്ചത്. ഒന്നിലേറെ തവണ കപ്പലിന് മുന്നറിയിപ്പ് അമേരിക്കൻ സൈന്യം നൽകി. പക്ഷേ കപ്പൽ അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. തുടർന്നാണ് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം ആ കപ്പലിന് നേരെ നടത്തിയത്. അതിൽ ആർക്ക് പരിക്ക് പറ്റിയത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വിവരങ്ങളില്ല. ഏതായാലും മിസൈൽ ഉപയോഗിച്ച കപ്പലിൻ്റെ പ്രവർത്തനം തന്നെ നിർത്തിവെപ്പിച്ചതായി നിലവിൽ അമേരിക്കൻ US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. അത് കുറക്കാവോ പതാകയുള്ള കപ്പലാണ്. MT ബെൽമ എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ആ കപ്പലിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ നാവിക ഉപരോധവും അതിശക്തമായി അമേരിക്ക തുടരുന്നു. അതുപോലെ തന്നെ ഹോർമൂസിലും കടുത്ത നിയന്ത്രണം ഇറാനും തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ വലിയ പ്രതിസന്ധി വീണ്ടും ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിലൊക്കെ വൻ മുന്നേറ്റം അല്ലെങ്കിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ ഇനിയും വില കയറാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. കപ്പലുകൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം ഇറാനും ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക്. കുവൈറ്റിലും ബഹ്റൈനിലും ഇത്തരത്തിൽ ഇന്നലെയും ആക്രമണം ഇറാൻ നടത്തി. വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. ഈ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞതായി കുവൈറ്റ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. അതും ശക്തമായി തന്നെ തുടരുകയാണ്. ശരി, ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ച വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം റിബേഷ് രാമകൃഷ്ണൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം കേസിലെ പ്രതിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ വടകര മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് കോടതി വിധി പറയുക. കോഴിക്കോട് നിന്നും റിയാസ് കെമാർ ചേരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ CPIM സംബന്ധിച്ച് ഇന്ന് നിർണായക ദിനമാണ്.
രണ്ട് കാര്യങ്ങളിലാണ് CPM-നെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നിർണായകമാകുന്നത്. ഈ കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പങ്ക് കണ്ടെത്തിയിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ പിന്നീട് അദ്ദേഹത്തെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഈ കേസ് SIT അന്വേഷണത്തിന് ഏറ്റെടുത്തതിന് പിന്നാലെ, പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഈ മുൻകൂർ ജാമ്യം തേടി കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അത് ഒന്നിൽ കൂടുതൽ തവണ ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അതിൽ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുകയാണ്. ഒപ്പം തന്നെ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായി തുടർന്ന് റിമാൻഡിലാവുകയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുകയും ചെയ്യുന്ന DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന ജിതിൻ ഭാസ്കർ, ഈ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഒരു ആവശ്യം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹർജിയിലും ഇന്ന് വിധി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം CPM-നെ സംബന്ധിച്ച് ഈ കേസിൽ ഏറെ നിർണായകമാണ്. കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ KK ശൈലജ ടീച്ചർക്കെതിരെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന ആക്ഷേപമുണ്ടായിരുന്ന ഒരു കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് അത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ആ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസിൽ CPIM ആദ്യം ആരോപണം ഉന്നയിച്ചത് UDF-നെതിരെയായിരുന്നു. ഇതിൽ ഏറ്റവും ആദ്യം പരാതി നൽകിയിരുന്നത് അന്ന് LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്ന CPM നേതാവ് C ഭാസ്കരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ PK മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകനെ തുടക്കത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് PK മുഹമ്മദ് ഖാസിം തൻ്റെ 3 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകുകയും അതിൽ ഒരു തെളിവും കണ്ടെത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് പിന്നീട് ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ഈ PK ഖാസിമിനെതിരെ കണ്ടെത്താത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രൂപീകരിക്കപ്പെട്ട ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഈ വ്യാജ കാഫറിൻ സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ച ഒരാൾ എന്ന് പറയുന്നത് DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമായിരുന്ന ജിതിൻ ഭാസ്കറാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിന് പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റും ചെയ്തു. പിന്നീട് റിമാൻഡിലാക്കുകയുമാണ് ഉണ്ടായത്. കൂടാതെ നേരത്തെ ആരോപണം ഉയർന്നിരുന്ന അന്ന് വടകര DYFI ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന പിന്നീട് DYFIയുടെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഈ ജിതിൻ ഭാസ്കർ അദ്ദേഹം അറസ്റ്റിലായി റിമാൻഡിലായി അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതുമായി തനിക്കൊരു ബന്ധവുമില്ല തെളിയിക്കുന്നവരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് ജിതിൻ ഭാസ്കറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ജിതിൻ ഭാസ്കറിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. ആ ഹർജിയിലുള്ള വിധി ഇന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത കണക്കിലെടുത്ത് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന DYFI ജില്ലാ കമ്മിറ്റി അംഗം റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയും ഇന്ന് വിധി പറയാൻ പോവുകയാണ്.